ത്രിയേക ദൈവത്തിന്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു ദിവസത്തിന്റെ സന്ധ്യാവേളയിലേക്ക് ഇടവകയായിട്ട് നമ്മൾ കൂടി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായിട്ടുള്ള തിരുവചനം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള മുഖാന്തരത്തെ കർത്താവ് തന്നിരിക്കുന്നത് ഓർത്ത് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യയിൽ ഈ വചന പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കുവാനായിട്ട് കഴിഞ്ഞു. 17ഉം 18ഉം അധ്യായങ്ങൾ ബാബിലോൺ എന്ന് പറയുന്നതായ ചിന്താവിഷയം അടിസ്ഥാനമാക്കിയാണ് 17ഉം 18ഉം അധ്യായങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. 17-ാമത്തെ അധ്യായം മർമ്മമായ ബാബിലോൺ എന്നുള്ളതായ വിഷയത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്നും 18-ാമത്തെ അധ്യായം ആശ്ചര്യമായിട്ടുള്ള ബാബിലോൺ നഗരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ വേഗം റിവൈൻഡ് ചെയ്തിട്ട് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അധ്യായം ഇന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 17-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ മർമ്മം മഹദിയാം ബാബിലോൺ എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നുള്ളതായ വിശേഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു മർമ്മമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നു, മർമ്മം എന്ന് പറയുമ്പോൾ വെളിവാക്കി കിട്ടേണ്ടതായ ഒന്നാണ്. സഭ എന്നുള്ളത് ഒരു മർമ്മമായിരുന്നുവെന്നും അത് പൗലോസ് അപ്പോസ്തലന് വെളിവാക്കി കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു എഫെസ്യ ലേഖനത്തിൽ എന്നുള്ളത് മനസ്സിലാക്കി. പൗലോസ് അപ്പോസ്തലന് വെളിവാക്കി കിട്ടിയതായിട്ടുള്ള സഭ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയായിരുന്നു എന്നുള്ളത് ഓർക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ, നിർമ്മല കന്യക. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മണവാട്ടിയാണ് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നതായ ഒരു സമൂഹം എന്നുള്ളത് ഓർത്തുകൊള്ളണം. അന്തിക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതായിട്ടുള്ള ഒരു മണവാട്ടിയാണ് മഹദിയാം ബാബിലോൺ. അതെന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ആമുഖ പഠനം നടത്തിയാണ്. എങ്കിലും ഇന്ന് ഞാനത് കുറച്ചുകൂടി ഒന്ന് പരാമർശിച്ചിട്ട് വേഗം പോകാം. 1-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന വേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ തുടക്കത്തിൽ തന്നെ 2-3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, വേശ്യാവൃത്തി എന്നുള്ളതായ ഒരു പദം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അഡൽട്രി എന്നുള്ളതായ വേർഡ് അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രോണിക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിച്ചു. അഡൽട്രി എന്ന് പറയുന്നതായിട്ടുള്ള വേർഡ് വിവാഹം കഴിഞ്ഞതായ ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്യുന്നതായിട്ടുള്ളതായ വേശ്യാവൃത്തിയുടെ അനുഭവം. ഫ്രോണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിവാഹം കഴിയാത്തതായ ഒരാൾ ചെയ്യുന്നതായിട്ടുള്ളതായ വേശ്യാവൃത്തി. ഇവിടെ വേശ്യ എന്നുള്ളതായ പദം ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തതായ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സമൂഹം ആണ് ഇവിടെ വേശ്യാവൃത്തി ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിലേക്ക് നമുക്ക് വേഗം വരാം. വേശ്യ എന്നുള്ളതായ പദം ഉപയോഗിച്ചിരിക്കുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്നതായിട്ടുള്ള മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ വരുന്നത്. എന്നതാണ് ഈ വേശ്യാവൃത്തി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നോക്കി. വേശ്യാവൃത്തി അല്ലെങ്കിൽ താഴെ വരുന്ന മഹദിയാം ബാബിലോൺ മ്ലേച്ഛതകളുടെ മാതാവ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ വേശ്യാവൃത്തി, മ്ലേച്ഛത, ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം അല്ലെങ്കിൽ വ്യാജ മതങ്ങൾ, വിഗ്രഹാരാധന,
ഇങ്ങനെയുള്ളതായ പദങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു സംഗതിയാണ് ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നതായ ഒരു പദത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഞാൻ ഓർപ്പിച്ചു, അന്ത്യകാലത്തിൽ അന്ത്യക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതായ ഒരു കൂട്ടമാണ്, സഭ എന്നുള്ള പേരിൽ വിളിക്കുവാനായിട്ട് പറ്റില്ല, ഒരു കൂട്ടം ആണ് ഈ മഹദിയ ബാബിലോൺ എന്ന് പറയുന്ന മർമ്മം എന്നുള്ളത് ഓർത്തുകൊണ്ട്. ഈ മ്ലേച്ഛതകൾ അല്ലെങ്കിൽ ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് സഭയിലേക്ക് രംഗപ്രവേശം ചെയ്തത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ കൊച്ചുമകനായിട്ട് വരുന്നതായ നിമ്രോദ്, കൊച്ചുമകനായിട്ട് വരുന്നതായിട്ടുള്ള നിമ്രോദ് യഹോവയുടെ മുൻപാകെ ഒരു നായാട്ടുവീരനായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അദ്ദേഹമാണ് യുദ്ധവീരനായിട്ടുള്ളതായ ഒരു വ്യക്തിത്വം. അദ്ദേഹമാണ് പട്ടണങ്ങളെ പണിയുവാനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം തന്റെ പട്ടണങ്ങൾ പണിയുവാനായിട്ട് തുടങ്ങിയത് ശിനാർ എന്ന് പറയുന്ന ദേശം, അവിടെയാണ് ബാബേൽ തുടങ്ങിയതായിട്ടുള്ള പട്ടണങ്ങൾ അദ്ദേഹം പണിതത് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതായ ആദാമും ഹവ്വായും, അതിനുശേഷം നമ്മൾ കാണുന്നു കായീൻ, ഹാബേൽ, ഇങ്ങനെയുള്ളതായ ആൾക്കാരെയൊക്കെ കാണുന്നു. അപ്പോൾ ഇവരെ തുടർന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമും ഹവ്വായും പുറത്താക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ പിശാചും പുറത്താക്കപ്പെടുന്നു. അവര് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഈ പിശാച് തന്റെ ഒരു സിംഹാസനം സ്ഥാപിക്കുന്നു. ബാബേൽ എന്ന് പറയുന്ന ശിനാർ ദേശത്ത് സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ള ബാബേലിൽ തന്നെ ഈ പിശാച് തന്റെ സിംഹാസനം പിന്നീട് സ്ഥാപിക്കുന്നു. അവിടെയാണ് എല്ലാ വ്യാജ മതങ്ങളുടെയും ഉത്ഭവം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പിൽക്കാലത്ത് സംഭവിച്ചത് എന്താണ്? ആ ബാബേലിനെ ദൈവം ചിതറിക്കുന്നു. അങ്ങനെ ചിതറിക്കുന്നതായിട്ടുള്ള വേളയിൽ അവിടെ നിന്ന് നാനാഭാഗങ്ങളിലേക്ക് ഈ ബാബേൽ സംസ്കാരം പോകുവാനായിട്ട് ഇടയായി തീർന്നു. ബാബേലിൽ ആവിർഭവിച്ചതായിട്ടുള്ള സകല വ്യാജ മതങ്ങളും കർമാചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും വിഗ്രഹ ആരാധനയും മന്ത്രവാദങ്ങളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രവഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ബാബിലോണിയ സംസ്കാരം, ബാബിലോണിയ മതം ഉടലെടുത്തു. ആ ബാബിലോണിയ മതം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. 1-ാം നൂറ്റാണ്ടിനോട് അടുത്ത് ഈ ബാബേലിൽ ആയിരുന്നതായ സാത്താന്റെ സിംഹാസനം അവിടെ നിന്ന് എവിടേക്ക് വന്നു? പെർഗാമോസിലേക്ക്, ഏഷ്യ മൈനറിലുള്ള പെർഗാമോസിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. പെർഗാമോസ് സഭയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള ദൂതിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. സാത്താന്റെ സിംഹാസനം ഉള്ളയിടത്താണ് നീ വസിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടു. അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള രാജാവ് അറ്റ്ലസ് എന്ന് പറയുന്നതായിട്ടുള്ള പെർഗാമോസിലെ രാജാവ്, അദ്ദേഹം ഒരേ സമയത്ത് തന്നെ രാജാവും അതോടൊപ്പം തന്നെ അവരുടെ പുരോഹിതനുമായി തീർന്നിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നാൽ ഈ അറ്റ്ലസിന്റെ മരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് ഏകദേശം BC 133 അറ്റ്ലസ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അറ്റ്ലസ് മരിച്ചതിന് ശേഷം തന്റെ പുരോഹിത സ്ഥാനവും അതുപോലെ തന്നെ തന്റെ ആ പദവി റോമൻ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ റോമായിക്ക് ദാനം ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഒരു വിൽപത്രം എഴുതി വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പറയുന്നതായിട്ടുള്ള പെർഗാമോസിൽ നിന്ന് എട്രസ്കൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അവര് പെർഗാമോസിന്റെ തലസ്ഥാനമായിട്ടുള്ളതായ ലിഡിയയിൽ നിന്ന് റോമിലേക്ക് കുടിയേറി പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ എട്രസ്കൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ കുടിയേറ്റക്കാർ, ഈ ലിഡിയയിൽ നിന്ന് റോമിലേക്ക്, ഇറ്റലിയിലേക്ക് പോയതായിട്ടുള്ള ഈ കുടിയേറ്റക്കാർ, ഇവരിൽ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സകലവിധമായിട്ടുള്ളതായ ബാബിലോണിയ മതം, അതായത് പെർഗാമോസിൽ അവർ ആചരിച്ചു വന്നതായിട്ടുള്ള ബാബിലോണിയ മതവും അതിന്റെ ആചാരങ്ങളും കൂടെ ഇവരെ റോമിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ എട്രസ്കൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി തങ്ങളുടെ പുരോഹിത വർഗത്തിന്റെ തലവനായിട്ട് ഒരു മഹാപുരോഹിതനെ അവരെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ മഹാപുരോഹിതനെ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തിന്റെ ഭരണകർത്താവായി സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ബാബിലോണ്യ മതത്തിൽ ഉള്ളതായ ഈ പുരോഹിതന് ഒരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, പൊന്തിഫ് അല്ലെങ്കിൽ പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്നതായിട്ടുള്ളതായ ഒരു പേര്. ആ പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ചീഫ്
ബ്രിഡ്ജ് ബിൽഡർ എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥമുള്ള നിലയിലാണ് ആ പൊന്തിഫസ് മാക്സിമസ് എന്നുള്ളതായ പേര്. അപ്പോൾ ഓർത്തുകൊള്ളണം, റോമൻ സാമ്രാജ്യത്തിലെ മതപുരോഹിതനായിട്ട് സ്ഥാനമേറ്റിരിക്കുന്നതായിട്ടുള്ള വ്യക്തിക്ക് ഇത് ബാബിലോണിയ സംസ്കാരമാണ്. ബാബിലോണിയ മതത്തിന്റെ മതപുരോഹിതന് കൊടുത്തിരുന്നതായിട്ടുള്ള പേരാണ് പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്നതായിട്ടുള്ള പേര്. ആ പേര് തന്നെ ഈ പെർഗാമോസിലെ ലിഡിയയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എട്രസ്കൻസ് എന്ന് പറയുന്നതായിട്ടുള്ള കമ്മ്യൂണിറ്റി അവരുടെ മതപുരോഹിതനായിട്ട് ഒരു വ്യക്തിയെ ആക്കി വെക്കുന്നു. അദ്ദേഹത്തിന് ഈ പേര് കൊടുക്കുന്നു. പിന്നീട് റോമൻ ഗവൺമെന്റ്, റോമൻ സാമ്രാജ്യം ഈ പേര് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ മഹാപുരോഹിതരെയും അവരെ അംഗീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഈ മതപുരോഹിതൻ തന്നെ ആ മതപുരോഹിതന്റെ ആ പൊന്തിഫസ് മാക്സിമസ് എന്നുള്ളതായ ആ തലക്കെട്ട് പിന്നീട് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാര് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. BC 74 ജൂലിയസ് സീസർ എന്ന് പറയുന്നതായിട്ടുള്ളതായ ആദ്യത്തെ ചക്രവർത്തി ഈ എട്രസ്കൻസ് കൊണ്ടുവന്നതായിട്ടുള്ളതായ ഈ മതപുരോഹിതത്തിന്റെ ആ തലക്കെട്ട് പൊന്തിഫസ് മാക്സിമസ് എന്നുള്ളതായ ആ പേര് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. BC 63 ബാബിലോൺ വകുപ്പിന്റെയും മഹാപുരോഹിതൻ ആക്കപ്പെടുവാനായിട്ട് അദ്ദേഹം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഇങ്ങനെ പെർഗാമോസിൽ ഉണ്ടായിരുന്നതായിട്ടുള്ളതായ അറ്റ്ലസ് രാജാവിന്റെ അവകാശങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും ഈ ജൂലിയസ് സീസർ ഉടമസ്ഥനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ റോമ ചക്രവർത്തി ബാബിലോണിയ പുരോഹിത വർഗത്തിന്റെ ശിരസായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ബാബിലോണിന്റെ പിന്തുടർച്ചയുള്ളതായ റോമ ചക്രവർത്തിമാര് ഏകദേശം AD 375 വരെ ഈ അത്യുന്നത പുരോഹിത പദവി അവരുപയോഗിച്ചിരുന്നു. എന്നാൽ ഈ AD 375 ശേഷം ഗ്രേഷ്യസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചക്രവർത്തി വരുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം ഈ പറയുന്ന മതപുരോഹിത സ്ഥാനം തനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയും അദ്ദേഹം അത് സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് കർമ്മേൽ സംഘത്തിൽപ്പെട്ടതായ, അതായത് ആഹാബിന്റെ ഭാര്യയായ ഇസബേലിന്റെ പുരോഹിത വർഗമാണ് കർമ്മേൽ പുരോഹിതന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ കർമ്മേൽ പുരോഹിതന്മാർ എന്താ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദമാസ്യൂസ് എന്ന് പറയുന്നതായ ഒരു പുരോഹിതനെ അവര് തെരഞ്ഞെടുക്കുകയും ആ ദമാസ്യൂസ് എന്ന് പറയുന്നതായിട്ടുള്ള പുരോഹിതനെ ഈ സ്ഥാനം പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥാനത്തിൽ മഹാപുരോഹിതനായിട്ട് അവര് ബിഷപ്പാക്കി വെക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഈ മനുഷ്യൻ ഈ ദമാസ്യൂസ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി കർമ്മേൽ സംഘത്തിലെ പുരോഹിതന്മാരിൽ പുരോഹിതനായിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പിന്നീട് ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് കർമ്മേൽ സംഘത്തിൽപ്പെട്ട പുരോഹിത വർഗം അദ്ദേഹത്തെ ബിഷപ്പാക്കി വെക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഈ ദമാസ്യൂസ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി AD 378 ബാബിലോണിയ പുരോഹിത വർഗത്തിന്റെ തലവനും റോമ സഭയുടെ ഭരണകർത്താവുമായി തീരുവാനായിട്ട് ഇടയായി തീരുകയാണ്. അങ്ങനെ റോമ ഗവൺമെന്റിനെയും അവരുടെ പിന്നെ മതത്തെയും ബാബിലോണിയ മതഘടനയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദമാസ്യൂസ് എന്ന് പറയുന്ന ഈ വ്യക്തി അത്യുന്നതന പുരോഹിതനായി തീർന്ന ഉടൻ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, ബാബിലോണിന്റെ കർമാചാരങ്ങള് ക്രിസ്തീയ സഭയിലേക്കും രംഗപ്രവേശനം ചെയ്യുവാനായിട്ട് ഇടയായി തീരുകയാണ്. അപ്പം ബാബിലോണിന്റെ കർമാചാരങ്ങൾ ക്രിസ്തീയ സഭയിലേക്കും കടന്നുകൂടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചുരുക്കത്തിൽ റോമൻ സഭയിലേക്ക് ബാബിലോണിയ സംസ്കാരം, ഈ പൊന്തിഫസ് മാക്സിമസ് എന്ന് പറയുന്നതായിട്ടുള്ള അത്യുന്നത പദവി, ആ പദവി ആദ്യമേ ചക്രവർത്തിമാർക്ക് ലഭിച്ചു. ചക്രവർത്തിമാർ ഒരേ സമയം ഈ രണ്ട് പദവിയും, സഭയുടെ അത്യുന്നത പദവിയും രാജ്യത്തിന്റെ പദവിയും അവർ വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല ചക്രവർത്തിമാർ അങ്ങനെ ഉപയോഗിച്ചു. എന്നാൽ ഗ്രേഷ്യസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലം വന്നപ്പോൾ അദ്ദേഹം അത് ഡിനൈ ചെയ്തു.
തുടർന്ന് ഒരു പുതിയ ബിഷപ്പ് ദമാസിയസ് എന്ന് പറയുന്ന ഒരു പുതിയ ബിഷപ്പിനെ അവർ തെരഞ്ഞെടുത്തു. ആ വ്യക്തിത്വം ഈ അത്യുന്നത പദവിയും അതോടൊപ്പം തന്നെ ഭരണവും ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചുരുക്കത്തിൽ സംഭവിക്കുന്നത് റോമൻ എംപററും അതോടൊപ്പം തന്നെ റോമൻ സഭയുടേതായ അത്യുന്നത പദവി വഹിക്കുന്ന മഹാപുരോഹിതനും ഒരു വ്യക്തിയായിട്ട് അങ്ങോട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ബാബിലോന്യ സംസ്കാരത്തിൽ നിന്ന് പിന്തുടർച്ചയുള്ളതായ ഈ വ്യക്തികൾ അവരുടെ ബാബിലോണിയ സംസ്കാരം ക്രിസ്തീയ സഭയിലേക്കും കൊണ്ടുവരുവാനായിട്ടും അങ്ങനെ ക്രിസ്തീയ ഉപദേശങ്ങൾ മലിനപ്പെടുവാനായിട്ടും ഇടയായി തീരുകയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് മലിനപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? വേശ്യാവൃത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാബിലോണിയ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിഗ്രഹ ആരാധനയായിരുന്നു, ക്ഷുദ്രപ്രയോഗമായിരുന്നു, മന്ത്രവാദങ്ങളായിരുന്നു, അനേക വ്യാജ മതങ്ങൾ ഉടലെടുത്തതായിരുന്നു, ദൈവിക കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് പോകുന്നതായ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നില്ല. അങ്ങനെയുള്ളതായ ഈ മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്വാധീനവും ക്രിസ്തു സഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്രിസ്തു സഭ അഥവാ റോമൻ സഭ വിഗ്രഹാരാധനയിലേക്ക് മറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പം തന്നെ ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളും മറ്റ് ആഡംബരങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ളതായ ആരാധന അനുഭവങ്ങളിലേക്കുമൊക്കെ പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടം പഠിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറിയതോടുകൂടെ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുത്തു, സമ്പത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ എന്താ സംഭവിക്കുന്നത്? വലിയ വലിയ ദേവാലയങ്ങൾ സ്ഥാപിതമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. പുരോഹിതന്മാർക്ക് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വേഷവിധാനങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് ക്രിസ്ത്യൻ സഭ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദുരാചാരങ്ങളെല്ലാം ഇതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപാട് ദുരുപദേശങ്ങൾ ക്രിസ്തീയ സഭയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് ഇവിടെയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ അന്നത്തെ റോമൻ സഭയിലേക്ക് ഈ പറയപ്പെടുന്നതായിട്ടുള്ള സകല ബാബിലോന്യ ആചാരങ്ങളും രംഗപ്രവേശനം ചെയ്ത് ജനത്തെ ദുരുപദേശങ്ങൾ പഠിപ്പിച്ച് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതായിട്ടുള്ള അനുഭവത്തിലേക്കാണ് അവിടെ വരുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ കർത്താവായ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചില അധ്യായങ്ങളൊക്കെ റെഫറൻസുകൾ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, മീഖ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഈ വാക്യങ്ങളിലൊക്കെ ഇസ്രായേലിനെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചേർന്ന് വേശ്യാവൃത്തി ചെയ്തു, പരസംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയായ ദൈവം അവരെ ശാസിക്കുകയും അവരെ വാൺ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ വിട്ട് ദൈവത്തിങ്കിൽ നിന്നും അകന്ന് മറ്റുള്ള ദേവന്മാരുടെയും വിഗ്രഹങ്ങളുടെയും പുറകാലെ പോയി വിഗ്രഹങ്ങളെ ആരാധിക്കുക, ദൈവ വഴിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി, ദൈവിക ഉപദേശങ്ങളിൽ നിന്ന് മാറി, ദൈവവചനത്തോട് മറുതലിച്ച് ദൈവത്തോടൊരു റിബല്യസ് ആറ്റിറ്റ്യൂഡിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അനുഭവം. അപ്പോൾ ദൈവത്തെ വിട്ട് അകലുന്നതിനെയാണ് ഈ പറയുന്നതായിട്ടുള്ള വേർഡ് കൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അതായത് നിർമ്മല കന്യകയായി നിൽക്കേണ്ടിയതായ സഭ അന്ത്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എടുക്കപ്പെട്ട സഭ, അതായത് സഭ മാറ്റപ്പെടും. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഓർത്തുകൊള്ളണം. പോകാത്തതായ വ്യക്തിത്വങ്ങൾ അവരെന്താണ്? ഏകലോക സഭയുടെ അണ്ടറിലേക്ക് വരുമെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ ഏകലോക സഭയാണ് എന്താണ്? മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ദൈവത്തെ അറിയാത്ത, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തതായ അനുഭവത്തിൽ നിൽക്കുന്നതായ ആ സമൂഹമാണ് ഇപ്രകാരമുള്ളതായ മ്ലേച്ഛതകളുടെ നടുവിലേക്ക് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അപ്പോ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി കാണും എന്നുള്ളതായ പ്രതീക്ഷയോടുകൂടെ ഞാൻ ഇതിനെയും മുൻപിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, മദ്യം കുടിക്കുന്നൊന്നെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താണ്? ഇത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലില്ലാതാവും. പിന്നെ ചെയ്യുന്ന എന്താണെന്നുള്ളൊരു ബോധമോ ഒന്നും കാണാത്തതായിട്ടുള്ള അവസ്ഥയാവും. അതായത് വേശ്യാവൃത്തിയുടെ
മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. അപ്പോൾ ഇത് മദ്യം കുടിക്കുന്നതായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു ലോകത്തിലാണ്, ഒരു സ്വപ്ന ലോകത്തിലാണ് നടക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. അതായത് സഭ എന്ന് പറയുന്നതായ ആ സംഗതിയിലേക്ക് എല്ലാ ദുരാചാരങ്ങളും കടന്നു വന്നപ്പോൾ ഇന്ന് നമുക്ക് എന്താ വേണ്ടത്? ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ വലിയ കോടികൾ മുടക്കുന്നതായിട്ടുള്ള, കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ള പള്ളികൾ, അതുപോലെ തന്നെ ഉള്ളതായ പെരുന്നാളുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. അപ്പൊ ഇന്ന് ജനം ഇതിനകത്താണ് ആസക്തരായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ജനം സഭകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ വലിയ പള്ളികൾ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്. കർത്താവിന് വേണ്ടിയിട്ടൊന്നും അല്ല ആരും അടിയുണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. കർത്താവിന് വേണ്ടിയിട്ടല്ല അടിയുണ്ടാക്കുന്നത്. പള്ളികൾ, വലിയ പള്ളികൾ വേണം, അവിടുത്തെ ആചാരങ്ങളും അതുപോലെ തന്നെ അതിനോടുള്ള പള്ളിയോടുള്ള ബന്ധത്തിൽ കിടക്കുന്ന ഒരുപാട് സ്വത്തുക്കൾ. അപ്പോൾ ഈ കെട്ടിടങ്ങൾക്കും സ്വത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ഞങ്ങളുടെ പള്ളി ഇന്നതാണ് എന്ന് പറയുമ്പോൾ, അല്ലെ ഇന്ന സഭയാണെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ പറയുന്നത്, ഒരു വലിയ അഭിമാനമുണ്ട്. അപ്പൊ നമ്മുടെ അഭിമാനം എവിടെയാണ്? ഈ ലോകത്തിൽ കാണുന്നതായിട്ടുള്ള വലിയ കെട്ടിടങ്ങളുടെ മേലും സ്വത്തുക്കളുടെ മേലും കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ളതായ മനോഹാരിതകളുടെ മേലുമാണ് നമ്മളുടെ ശ്രദ്ധ എന്നുള്ളത് ഓർത്തോളം. അല്ലെങ്കിൽ നമ്മളെ അഭിമാനം, നമ്മൾ പ്രൗഡ് ആവുന്നത് എവിടെയാണ്? ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പ്രൗഡ് ആവുന്നത്. അല്ലാതെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ ഉണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവരായിട്ടല്ല, ലൗകികതകളിൽ അഭിമാനം കൊള്ളുന്നതായ ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തിൽ ഉള്ളത് എന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ വ്യാജ മതങ്ങൾ അല്ലെങ്കിൽ വ്യാജ ആചാര അനുഷ്ഠാനങ്ങൾ, വിഗ്രഹങ്ങളിലെ ആചാരങ്ങൾ, ദുരുപദേശങ്ങൾ എല്ലാം കൂടെ ഇതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എന്താണ് ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ വിശുദ്ധി നഷ്ടപ്പെട്ട ഒരുമാതിരി അവിയല് പരുവത്തിലാണ് കിടക്കുന്നത്. ഇന്ന് ദൈവവചനത്തിനല്ല പ്രാധാന്യം. നമുക്ക് പ്രാധാന്യമുള്ളത് എന്താണ്? കൊറോണ വന്നതോടുകൂടെ എല്ലാവരുടെയും പെരുന്നാളുകളും നിന്നു, വെടിക്കെട്ടുകളും നിന്നു, അതുപോലെയുള്ളതായ പരിപാടികളെല്ലാം നിന്നു. നമുക്ക് എന്താണ് ഇത്? വലിയ സദ്യ കൂട്ടലുകള്, വലിയ പെരുന്നാളുകള്, വലിയ റാസകള്, വലിയ വെടിക്കെട്ടുകള്, ഇതൊക്കെയാണ്. ഇതിലൊക്കെ മത്തരായി പോയതായ അനുഭവം. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതിലാണ് ജനത്തെ പിടിച്ചു നിർത്തിയിരുന്നത്. ഇതൊക്കെ കാണിച്ച്, ഈ അട്രാക്ഷൻസ് ഒക്കെ കാണിച്ച്, ആ അട്രാക്ഷൻസ് ആണ് എന്തോ ഇമ്മിണി വലിയ ഒന്ന് എന്നുള്ളതായ ചിന്തയിൽ ലോകം നിന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ വേശ്യ എന്താണ് ചെയ്തത്? തന്റെ മദ്യത്താൽ, ഇങ്ങനെയുള്ളതായ ആകർഷണങ്ങളാൽ ഭൂവാസികളെ മത്തരാക്കി, ഇതിൽ മത്ത് പിടിച്ചു കിടക്കുകയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഭകളിൽ നിന്ന് ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചില അഭിമന്യരായിട്ടുള്ളതായ അനുഗ്രഹിക്കപ്പെട്ടതായ മെത്രാപ്പോലിത്തമാരുണ്ട്. അവരവരുടെ സഭകളിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് സഭകളിലുള്ളതായ ദുരാചാരങ്ങൾക്കെതിരെ വളരെ അതിശക്തമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതായിട്ടുള്ളതായ വന്യ തിരുമേനിമാരെയൊക്കെ, അങ്ങനെയുള്ളതായ സഭയിലെ ആളുകളൊക്കെ നിശിതമായിട്ട് വിമർശിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. കാരണം അവര് കണ്ടു വളർന്നിരിക്കുന്നത് ഈ ആഡംബരങ്ങളിലാണ്. ഈ ആഡംബരങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അങ്ങനെ പറയുന്നവർക്കെതിരെ അവിടെയുള്ള ആളുകൾ തന്നെ വിമർശനം ഉയർത്തുകയും അവരെ പുറത്താക്കുവാനായിട്ടുള്ള ശ്രമം നടക്കുകയും അവരുടെ പ്രസംഗത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുക. കാരണം ആളുകൾക്ക് എന്താ വേണ്ടത്? ഇന്ന് മദ്യം കുടിച്ച് മദ്യം കിട്ടിയില്ലേ കൈയും കാലും പറയ്ക്കാൻ തുടങ്ങും രാവിലെ 6 മണിക്കെന്ന് പറഞ്ഞതുപോലെ. ഇതില്ലെങ്കിൽ, ഈ പറയുന്നതായിട്ടുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു രസമില്ല, ഒരു സുഖമില്ല, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളതായ ചിന്തയിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്തോളും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ മദ്യത്താൽ എന്താണ് ഭൂവാസികളെ മത്തരാക്കിയതായ അനുഭവം. പിന്നെ പറഞ്ഞിരിക്കുന്നത് പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി. അപ്പം അത് ഈ 15-ാമത്തെ ഈ പുസ്തകത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കണം. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പൊ നമ്മൾ ഈ 3-ാമത്തെ അല്ലെങ്കിൽ 2-ാമത്തെ വാക്യത്തിന്റെ വ്യാഖ്യാനം 15-ാമത്തെ വാക്യത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ്? പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന മഹാവേശ്യ. ഓക്കെ, ആ പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അതിന്റെ അർത്ഥം ഭൂമി മുഴുവൻ പരന്നു കിടക്കുന്നതായ ഒരു മത സംഘടനയാണ് ഈ പറയുന്നതായ ഈ വേശ്യ
പെരുവെള്ളം, വേശ്യയിരിക്കുന്ന പെരുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഓർത്തുകൊള്ളാം. വേശ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതിപ്പോ നമ്മൾ കാണും ആരാണെന്നുള്ളത്. അപ്പോൾ വേശ്യയിരിക്കുന്ന പെരുവെള്ളം എന്ന് പറയുന്നത് ലോകം മുഴുവനും പരന്നു കിടക്കുന്നതായിട്ട് ഒരു മത സംഘടനയാണ്. ആ സംഘടനയിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള പല ഭാഷയിലും പല വംശത്തിലും ജാതിയിലും ഉള്ളതായ പുരുഷാരമാണ് ഇതെന്ന് ഓർത്തുകൊള്ളാം. അതൊരു വൺ വേൾഡ് റിലിജിയൻ ആണ് എന്നുള്ളത് നാം ഇവിടെ മറക്കാനായിട്ട് പാടില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർക്ക് വരുന്ന ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. ആ ന്യായവിധി കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് യോഹന്നാനെ ആത്മാവിൽ നിയന്ത്രിതനായിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. മരുഭൂമി എന്ന് പറയുമ്പോൾ ഏത് മരുഭൂമിയാണെന്നുള്ളതൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു വിജനമായിട്ടുള്ളതായ അനുഭവത്തെ കുറിച്ചാവണം എന്നുള്ളതായ ചിന്തയിൽ നാം ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞും കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ സ്ത്രീ ഇരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഇനി നമുക്ക് കാണാനായിട്ട് പോവുകയാണ്. ഒന്ന് നമ്മൾ കണ്ടത് എന്താണ്? പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്നതായിട്ടുള്ള വേശ്യ. അപ്പോൾ ഇതൊരു വലിയ ഭൂലോകം മുഴുവൻ ബാധിച്ചു കിടക്കുന്നതായ ഒരു സംഘടനയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു മൃഗമുണ്ട്. ആ മൃഗത്തോടൊപ്പം ഒരു സ്ത്രീ, ഒരു മൃഗം, ആ മൃഗത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ മൃഗത്തിന്റെ സവിശേഷത എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. നമ്മള് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണാനായിട്ട് കഴിഞ്ഞു. ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായത്തിലും നമ്മളത് വിശദമായിട്ട് പഠിച്ചതാണ്. 7 തലയും 10 കൊമ്പും. ഇനി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന 7 തലയെ കുറിച്ച് പരാമർശം വരുന്നുണ്ട്. അവിടെ പറയുന്ന 10 കൊമ്പ്, അത് നമുക്ക് 12-ാമത്തെ വാക്യം നോക്കാം. 12-ാമത്തെ വാക്യം പറയുക എന്താണ്? നീ കണ്ട 10 കൊമ്പ്. കാരണം ഈ പുസ്തകത്തിൽ, ഈ വെളിപ്പാടിന്റെ 17-ാമത്തെ അധ്യായത്തിലെ പല കാര്യങ്ങളും ഈ അധ്യായത്തിൽ തന്നെ അങ്ങ് വ്യാഖ്യാനം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പാടില്ല നമുക്കത് പഠിക്കാനായിട്ട്. 12-ാമത്തെ വാക്യം കണ്ടോ? നീ കണ്ട 10 കൊമ്പ്, 10 രാജാക്കന്മാർ. ഓക്കെ, അപ്പോ സ്ത്രീ ഇരിക്കുന്നത് എവിടെയാണ്? 7 തലയും 10 കൊമ്പും ഉള്ളതായ ഒരു മൃഗം. അപ്പോൾ ഈ 10 കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 രാജാക്കന്മാരാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ 10 രാജാക്കന്മാരെന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ ഒക്കെ വരുന്ന അതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ 10 കൊമ്പെന്ന് പറയുന്നത് 10 രാജാക്കന്മാരാണ്. ഒരു ദശരാഷ്ട്ര സഖ്യം ഫോം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഇനിയും. അത് അന്ത്യകാലത്തിൽ അത് ഫോം ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പല ദശരാഷ്ട്ര സംഘടനകളെ കുറിച്ചൊക്കെ കേൾക്കും. അതൊന്നുമല്ല, അതൊക്കെ അതിന്റെ ഒരു നിഴലെന്ന് മാത്രം കണക്കാക്കി വെച്ചാൽ മതി. യഥാർത്ഥത്തിലുള്ള 10 രാഷ്ട്ര സംഘടന, ദശരാഷ്ട്ര സഖ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മള് നെബൂഖദ്നേസർ കണ്ടതായ മൃഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 4-ാമത്തെ സാമ്രാജ്യം വന്നപ്പോൾ അതിന്റെ കാലിൽ 5 10 വിരലുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ആ 10 വിരലുകൾ എന്താണ്? വരാൻ പോകുന്നതായിട്ടുള്ളതായ ദശരാഷ്ട്ര സഖ്യത്തെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ദൂഷണ നാമങ്ങളും ആണ് അതിന്റെ മേൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു ഈ മൃഗത്തിന്റെ പ്രത്യേകതകളൊക്കെ. അതുകൊണ്ട് ഇനി ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. ദാനിയേൽ പ്രവചന പുസ്തകത്തിലും 7-ാമത്തെ അധ്യായത്തിലും ഇത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരുന്നതാണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മൃഗത്തിന്റെ മേലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ നമ്മളിപ്പോ കാണുന്നത് ദൂഷണനാമങ്ങൾ നിറഞ്ഞും കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇനി ഏതാണ് ഈ സ്ത്രീ? നമ്മള് 18-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. 18-ാമത്തെ വാക്യത്തിലേക്ക് അതിന്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അക്ഷരീകമായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അല്ല എടുക്കേണ്ടത്. ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത് ഇതൊരു മഹാനഗരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു, ബാബിലോണിയ സംസ്കാരം അനുസരിച്ച് കടന്നു വന്നപ്പോൾ ബാബിലോണിയയിലെ മതപുരോഹിതൻ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട്, മതത്തിന്റെയും രാജ്യത്തിന്റെയും അധിപനായിട്ട് കടന്നു വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സ്ത്രീ എന്ന് പറയുന്നത്
ലോക രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളതായ ഒരു നഗരം. ഇന്ന് ലോക രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള നഗരം എന്ന് പറയുന്നത് റോം ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലതിന്റെയും നിഴലാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങൾ ഇനിയും മാറും. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പലതും മാറുമെന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോ നമ്മൾ ഇതിൽ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കരുത് ഏതോ ഒരു സഭയെക്കുറിച്ച്, ഇപ്പൊ റോമൻ സഭയെക്കുറിച്ച് കുറ്റാരോപണം നടത്തുകയാണ്. റോമൻ സഭയ്ക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഉപദേശങ്ങളിൽ ഒരുപാട് ദുരുപദേശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ബാബിലോണിയ മതത്തിന്റെ സംസ്കാരം അവരിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഒരുപാട് ദുരുപദേശങ്ങൾ അവരുടെ കാലങ്ങളിൽ ആ സഭയിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ആരൊക്കെ ഡിനേ ചെയ്താലും ചരിത്രം പ്രൂവ് ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളാണ് അതൊക്കെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ചിന്ത വരും, ഇന്ന് റോം ഭരിക്കുന്നതായിട്ടുള്ള പോപ്പാണോ ഈ പറയുന്നതായിട്ടുള്ള അന്തിക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ ചിന്തിച്ചേക്കാം. ഇതൊക്കെ മാറും. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ കാലഘട്ടം മാറും. അന്ത്യകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ ഇത് സംജാതമാകുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളെ കാണിച്ചു തരികയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മഹാനഗരമാണ്, ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളതായ ഒരു മഹാനഗരമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി കണ്ടു. ഇനി പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു ആരാധനയുടേതായിട്ടുള്ള അനുഭവത്തെയാണ്, വേഷഭൂഷാദികളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്ത്രീ എന്താ ചെയ്തിരിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്, ധൂമ്രവർണ്ണം പർപ്പിൾ കളറില് സ്കാർലറ്റ് കളറും മിക്സ് ചെയ്തിട്ടുള്ളതായ വസ്ത്രം ധരിച്ച് പിന്നെ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഒരു ആരാധന അനുഭവത്തിലേക്ക് ഇതിനെ കാണിക്കുകയാണ്. ആ വേഷവിധാനങ്ങൾ വളരെ ആഡംബരപൂർണമായിട്ടുള്ളതായ വേഷവിധാനങ്ങൾ നാം ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ റോമൻ സഭയോടുള്ളതായ ബന്ധത്തിൽ നമ്മൾ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്നതായിട്ടുള്ള വേഷവിധാനങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഇതിന്റെ മോടികൾ, ഇതിന്റെ ആഡംബരങ്ങൾ ഇനിയും വരും കാലത്തിൽ കുറച്ചുകൂടെ അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളത് അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊള്ളാം. അവിടെ കയ്യിലിരിക്കുന്ന എന്താണ്, സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ അവിടെ അതിനകത്ത് എന്താണ്, മ്ലേച്ഛതയും അശുദ്ധിയും, തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം. പുറമേ നോക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താണ്, വളരെ മനോഹരമാണ്, വളരെ അട്രാക്റ്റീവാണ്. പക്ഷെ അതിന്റെ അകത്തുള്ളതെല്ലാം എന്താണ്, സകലവിധമായിട്ടുള്ള മ്ലേച്ഛതകളും നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു സമൂഹത്തെ മുഴുവനും, ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടന, അതിൽ ആയിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ മുഴുവനും വഞ്ചിക്കുകയും അവരെ ദുരുപദേശം കൊണ്ട് നിറയ്ക്കുകയും ദുഷ്ടത കൊണ്ട് നിറയ്ക്കുകയും അവരെ മ്ലേച്ഛത ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമൂഹം. പക്ഷെ പുറമേ നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവാണ്. അതിന്റെ ഉള്ളെന്താണ്, മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ അനുഭവമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് കഴിയുകയാണ്. പിന്നീടാണ് പറഞ്ഞ മർമ്മം. മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതൊരു മർമ്മമാണ്, ഇതൊരു മിസ്റ്ററിയാണ്. മഹതിയാം ബാബിലോൺ ദ ഗ്രേറ്റ്, മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓഫ് എർത്ത് അബോമിനേഷൻസ്, സകല മ്ലേച്ഛതകളുടെയും സകല വേശ്യാവൃത്തികളുടെയും മാതാവ് എന്നുള്ളതായ പേര്. കയ്യിലിരിക്കുന്ന എന്താണെന്ന് നമ്മൾ കണ്ടല്ലേ, അതിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ കയ്യിലിരിപ്പ് എന്താണ്, സകല മ്ലേച്ഛതകളും ദുഷ്ടതകളും ആണ് ആ കയ്യിലിരിപ്പ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദുരുപദേശങ്ങൾ കൊണ്ടും വിഗ്രഹാരാധനകൾ കൊണ്ടും മന്ത്ര പ്രവർത്തികൾ കൊണ്ടും ക്ഷുദ്ര പ്രവർത്തികൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് അത് പോയിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇതാണ് മഹദിയ ബാബിലോൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചു, മർമ്മമായ ബാബിലോൺ, ഒരു മതമാകുന്ന ബാബിലോണിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മതമാകുന്നതായിട്ടുള്ള ഒരു റിലീജിയസ് സംഘടനയായി തീർന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവം. ഈ മർമ്മമാണ് എന്താ പറയുക, അന്തിക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള നിലയിൽ കൂടെ പ്രസന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം.
ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എന്ന് പറഞ്ഞതുപോലെ അന്ത്യക്രിസ്തുവിന് ഉള്ളതായ ഒരു സെറ്റപ്പാണ് ഈ കാണാനായിട്ട് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നീട് അവിടെ പറയുന്ന 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർത്തുകൊള്ളം, എന്താണ്? ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ളതായ മഹാനഗരം. ഈ മഹാനഗരത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കാലം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിലൊക്കെ റോമൻ എംപറർമാർ എത്രമാത്രം ക്രിസ്ത്യാനികളെ, വിശുദ്ധന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മതി. ചരിത്രം പറയുന്നതിന് പ്രകാരം ഏകദേശം 6 കോടിയിലധികം വിശുദ്ധന്മാരെയാണ് റോമൻ എംപറർമാർ, അതാത് കാലങ്ങളിൽ ഭരിച്ചിരുന്നിട്ടുള്ള റോമൻ ചക്രവർത്തിമാർ നിർദാക്ഷിണ്യം കൊന്ന് തള്ളിയത് എന്നുള്ളത് ഓർക്കണം. ഒരുപാട് സംഭവങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്നതായ അനുഭവങ്ങളാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും. യേശുവിന്റെ സാക്ഷികൾ എന്ന് പറയുമ്പോൾ അന്ത്യകാലഘട്ടത്തിങ്കിൽ അറുക്കപ്പെടുന്നതായിട്ടുള്ള ആത്മാക്കൾ, ഈ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ അറുക്കപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ആത്മാക്കളുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അവർ യേശു ക്രിസ്തുവിന്റെ വചനം, രക്തവും അവരുടെ സാക്ഷ്യവചനവും ഹേതുവായിട്ട് ജയിച്ചു എന്നാ പറയുന്നത്. അറക്കപ്പെടുക, രക്തസാക്ഷികളാവുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലും അന്ത്യകാലഘട്ടത്തിലും സംഭവിക്കുന്നത് എന്താണ്? ഈ റോമൻ നഗരം അനേകർ, അല്ലെങ്കിൽ അന്ന് ഭരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, ഈ അന്ത്യക്രിസ്തു അനേകരുടെ ജീവനെ രക്തസാക്ഷിയാക്കി എടുക്കുവാനായിട്ട്, കൊന്നൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ചരിത്രത്തിൽ ഓൾറെഡി ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 6 കോടിയിൽ പരം വിശുദ്ധന്മാർ ഈ റോമൻ ചക്രവർത്തിമാരാൽ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കുവാനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കും ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയെ കുറിച്ചുള്ളതായ ആ ഒരു കാര്യം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ യോഹന്നാൻ അത് കണ്ട് ആശ്ചര്യപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ദൂതൻ ചോദിക്കുകയാണ്, ഈ കാഴ്ച കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ദൂതൻ ചോദിക്കുകയാണ്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ മർമ്മം ഇവിടെ റിവീൽ ചെയ്ത് കൊടുക്കുക, യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പോൾ ഇവിടെ ഈ മർമ്മം ദൂതൻ യോഹന്നാന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നീ കണ്ടത് എന്താണ്? നീ കണ്ട കാര്യം എന്താണ്? സ്ത്രീയെ, പിന്നെ 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. സ്ത്രീ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? മഹാനഗരം, റോമൻ മഹാനഗരം. അതിനെ ചുമക്കുന്ന 10 രാജാക്കന്മാർ, 10 കൊമ്പ് 10 രാജാക്കന്മാർ, 7 തല, അത് വരാൻ പോവുകയാണ്. 7 തല എന്ന് പറയുന്നതും നമ്മൾ ഇപ്പൊ തന്നെ നമ്മളത് പഠിക്കും. അപ്പോ അതിന്റെ മർമ്മം ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ കണ്ട മൃഗമോ, ശ്രദ്ധിച്ചു കേട്ടോണേ, അലക്ഷ്യമായിട്ട് ആരും കേൾക്കരുത്. നീ കണ്ട മൃഗമോ, നീ കണ്ട മൃഗത്തിന്റെ പ്രത്യേകത എന്താ? 7 തലയും 10 കൊമ്പുമുണ്ട്. ഓക്കെ, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. ആ എക്സ്പ്ലനേഷൻ അവിടെ ശ്രദ്ധിച്ചോണം. എന്താണ്? ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. ഇനി അഗാധത്തിൽ നിന്ന് കയറി വരും, പിന്നീട് നാശത്തിലേക്ക് പോകും. നാശം എന്ന് പറഞ്ഞിരിക്കുന്നത് നരകത്തെ ഉദ്ദേശിച്ചാണ് നാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ഇനി വരും. ഇവിടെ ഒരു പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കൽ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുക. ഇത് യൂദായെ കുറിച്ചാണ്, ഇസ്കാരിയാത്തോ യൂദായെ കുറിച്ചാണ് ഈ പഠനം എന്നാണ് പറയുന്നത്. ഇസ്കാരിയാത്ത് യൂദായെ കുറിച്ച് നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിൽ
ഇവനെ സാത്താൻ, പിശാച് എന്ന് വിളിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വേഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 70-71 വാക്യങ്ങൾ. 6-ാമത്തെ അധ്യായം 70-71 വാക്യങ്ങൾ. യോഹന്നാൻ 6:70-71. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് അവൻ ശീമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദായെ കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തൻ എങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാൻ ഉള്ളവനായിരുന്നു. ഇപ്പൊ കർത്താവ് യൂദായെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരുവൻ പിശാച് ആകുന്നു എന്ന് പറഞ്ഞു. ഇനി യോഹന്നാന്റെ തന്നെ 13-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. 13-ന്റെ 27-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. അവിടെ പറയുന്നുണ്ടോ? കണ്ണം വാങ്ങിയ ഉടനെ. അതായത് മുകളിലത്തെ വാക്യം പറയുന്നുണ്ട്, കണ്ണം മുക്കി ശീമോൻ ഇസ്കാരിയാത്തോവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് 2 ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. യേശു കർത്താവ് ഒന്ന് അവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവൻ പിശാചാണ്, ഈ യൂദ പിശാചാണ്. 2, കണ്ണം വാങ്ങി അന്ത്യത്താഴം കഴിക്കുന്ന വേളയിൽ അപ്പം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനത് ഭക്ഷിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? സാത്താൻ അവനിൽ കടന്നു. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ പിശാചാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതും യൂദാ മുഖാന്തരമാണല്ലോ പുരോഹിതന്മാര് ചേവകരെ അയച്ച് ഇവരെ പിടിക്കുവാനായിട്ട് ഇടയായി തീരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, യൂദ എന്ന് പറയുന്നതായ വ്യക്തിത്വത്തിൽ കടന്നു കയറിയതായ പിശാചിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. യൂദ എന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്ക് സാത്താൻ, പിശാച് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം എന്താണ് ചെയ്തത്? ഈ പിശാചിൽ കൂടെ അവൻ പ്രവർത്തിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. അപ്പോൾ കർത്താവിന്റെ കാലയളവിൽ കർത്താവിനെതിരായിട്ട് ഇവൻ പിശാച് യൂദായിൽ പ്രവേശിച്ചു. പിന്നീട് എന്താ പറയുന്നത്? ഇപ്പോൾ ഇല്ലാത്തതും. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. 1:24. അവിടെ പറഞ്ഞിരിക്കുന്നത്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ. അത്രയും ഫ്രേസും നമ്മൾ എടുത്താൽ മതി. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ. പിന്നെ ആ ശുശ്രൂഷയുടെ സ്ഥാനത്തേക്ക് വേറൊരാളെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ടായിരുന്നവൻ, ഇപ്പോൾ ഇല്ലാത്തത്. ഇനി അഗാധ കൂപത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് വരുവാനായിട്ട് പോകുന്നവൻ എന്ന് പറഞ്ഞാൽ യൂദ എവിടേക്കാണ് പോകുന്നത്? അല്ലെങ്കിൽ യൂദായിൽ വ്യാപരിച്ചിരുന്നതായ പിശാച് എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യൂദ മരിച്ചപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? പ്രസ്തുത ആത്മാവിനെ ദൈവം അഗാധ കൂപത്തിലേക്ക് അടയ്ക്കുന്നതായിട്ടുള്ള അനുഭവത്തെ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അവിടെ നമ്മൾ ചിന്തിച്ചു കൊള്ളാം. അപ്പോ സഭ എടുത്തു കൊള്ളപ്പെട്ടതിന് ശേഷം വീണ്ടും എന്താ സംഭവിക്കുന്നത്? അഗാധ കൂപത്തിൽ നിന്നും ഇവനെ വീണ്ടും തുറന്നു വിടുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അഗാധ കൂപത്തിൽ നിന്ന് തുറന്നു വിടുന്നായിട്ടുള്ള സമയത്ത് അവൻ എന്ത് ചെയ്യും? അന്തിക്രിസ്തുവാകുന്നതായിട്ടുള്ള മൃഗത്തിന്റെ മേൽ അവൻ ആവസിക്കും. നമ്മളിത് പല പ്രാവശ്യം പഠിച്ചു. എന്താണ്? 70-ാം ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിങ്കൽ അന്തിക്രിസ്തുവിനെ പിശാച് തന്റെ സകല അധികാരവും കൊടുക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? വീണ്ടും ഈ പറയുന്നതായിട്ടുള്ള നമ്മൾ 13-ാമത്തെ അധ്യായത്തിലൊക്കെ, വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിലൊക്കെ, 9-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ടല്ലോ. അഗാധ കൂപത്തിൽ നിന്നും കയറി വരുന്ന അപ്പൊല്ലുവോൻ എന്ന് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ അവനെ വീണ്ടും അഴിച്ചുവിടും. ഇവൻ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അന്തിക്രിസ്തുവിന്റെ മേൽ വ്യാപരിക്കുന്നതായിട്ട് ഉള്ളതായ അനുഭവം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും
യൂദായിൽ ആവസിച്ചതും യൂദായുടെ മരണശേഷം അഗാധകൂപത്തിലേക്ക് പോയവനും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ വരുന്നവൻ, അവനെ നിത്യമായിട്ടുള്ളതായ തീപ്പൊയ്കയിലേക്ക് തള്ളുവാനായിട്ടുള്ള അനുഭവത്തെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഈ മൃഗത്തെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ നമുക്ക് അവിടെ കിട്ടുകയാണ്. നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നവനും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോക സ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്നതായിട്ടുള്ള ഭൂവാസികൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവപുസ്തകം ലോകാരംഭം മുതൽ പേർ എഴുതപ്പെടുന്നത് ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഏവനും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നാം ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ കഴിഞ്ഞ ദിവസം യിരെമ്യാവിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ ഓർപ്പിച്ചതാണ്. ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ തിരഞ്ഞെടുത്തതായിട്ടുള്ള അനുഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് ഈ ലോകസ്ഥാപനത്തിന് മുതൽ തന്നെ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ ഇവനെ കണ്ട് അതിശയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. മുമ്പേ ഓർമ്മിപ്പിച്ചല്ലോ, 7 തല 10 കൊമ്പ് ഇല്ലേ? ഇനി തലയെ കുറിച്ചുള്ളതായ എക്സ്പ്ലനേഷൻ ആണ് അവിടെ വരുന്നത്. തല എന്താ പറയുന്നത്? തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. സ്ത്രീ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മഹാനഗരം. ഈ മഹാനഗരം ഇരിക്കുന്നത് 7 മലകളുടെ മുകളിൽ. സപ്തഗിരി എന്ന് റോമിനെ വിളിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. റോമൻ നഗരം ഇരിക്കുന്നത് 7 മലകളുടെ മുകളിലാണ് റോമൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവ 7 രാജാക്കന്മാരും 7 മലയാണ്, അതേ സമയത്ത് തന്നെ 7 രാജാക്കന്മാരും ആകുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, 7 രാജാക്കന്മാർ, 5 പേര് അതിൽ നിന്ന് പോയി കഴിഞ്ഞു, ഒരുത്തനുണ്ട്, ഒരുത്തൻ വരാനുമുണ്ട്. യോഹന്നാൻ ഈ ദർശനം കാണുന്ന കാലയളവിൽ ചക്രവർത്തിയായിട്ടുള്ളത് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ്. ആ ഡൊമീഷ്യന് മുൻപുള്ളതായ 5 റോമൻ ചക്രവർത്തിമാർ, 5 റോമൻ ചക്രവർത്തിമാർ. ആ 5 റോമൻ ചക്രവർത്തിമാർ നമുക്കറിയാം, വളരെ ക്രൂരന്മാരായിട്ടുള്ളതായ 5 റോമൻ ചക്രവർത്തിമാരാണ് ഡൊമീഷ്യന് മുമ്പിരുന്നത്. ഡൊമീഷ്യൻ ഉൾപ്പെടെ വരുമ്പോൾ 6-ാമത്തവൻ ആകുന്നു. ഇനി ഒരുത്തൻ വരാനായിട്ടുണ്ട്, 7-ാമത്തവൻ. അവൻ ആരാണ്? അന്തിക്രിസ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, അന്തിക്രിസ്തു. പിന്നീട് എന്താണ്? വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടുന്നത് ആകുന്നു. ഓൺലി എ ലിറ്റിൽ വൈൽ. അല്പകാലത്തേക്ക് മാത്രമാണ് അവൻ അധികാരമുള്ളൂ, കുറച്ച സമയം മാത്രം. 70-ാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് കേവലം 7 വർഷം മാത്രമേ ഉള്ളൂ. ആ 7 വർഷം മാത്രമാണ് അവന് ഭരിക്കുവാനായിട്ടുള്ളതായ സാവകാശമുള്ളൂ, കുറഞ്ഞ കാലഘട്ടം. അന്തിക്രിസ്തുവിന്റെ കാലഘട്ടം വളരെ കുറച്ച സമയം മാത്രം. 11-ാമത്തെ വാക്യം, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. ഇങ്ങനെ വായിക്കുന്ന ഒത്തിരി കൺഫ്യൂഷൻസ് വരും, പക്ഷെ ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ 7 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ 7 എംപറർമാർ, അതായത് റോമൻ എംപറർമാർ 6 പേര്. അക്കൂട്ടത്തിൽ ഇവനെ കൂടെ എണ്ണുകയാണ്, അവരുടെ കിരാത സ്വഭാവം വെച്ചിട്ട്. ഇവരും അതേ പിൻഗാമി തന്നെ ആയിരിക്കും എന്നുള്ളത് ഓർക്കണം. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവൻ. ഈ 7 വെട്ടിന്റെ കളിയാ ഇതിനകത്ത് കിടന്നുണ്ടല്ലേ. ഒട്ടും പേടിക്കണ്ട, സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ ആദ്യമേ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ ഒരു 10 കൊമ്പിനെ കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 7-ാമത്തെ അധ്യായത്തിൽ
ആ 10 കൊമ്പിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്ന കാര്യം ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് 3 തട്ടിക്കളഞ്ഞ കാര്യവും ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 3 കൊമ്പ് അവൻ പിഴുതു കളഞ്ഞു, അല്ലെങ്കിൽ 3 കൊമ്പിനെ അവൻ നശിപ്പിച്ചു. ഇപ്പൊ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കത്തില്ലല്ലോ ഇതൊന്നും, അല്ലേ? അപ്പോ ആ അധ്യായത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകം, എന്റെ സമയം പോകുന്നതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല, 7-ാമത്തെ അധ്യായം നിങ്ങൾ എടുത്ത് നോക്കിക്കൊള്ളുക. അവിടെ 10 കൊമ്പുള്ള മൃഗം, ആ 10 കൊമ്പുള്ള മൃഗത്തിൽ ഒരു കൊമ്പ് മുളച്ചു വരുന്നു. ആ മുളച്ചു വന്ന കൊമ്പ് ബാക്കിയുള്ള 3 10-ൽ 3 ഔട്ടാക്കുന്നു. ഇവൻ ആരായിട്ട് മാറുകയാണ്? 10-ൽ 3 പോയാൽ 7 ആയി. 7-നോട് ഈ ചെറിയ കൊമ്പ് കയറി വരുമ്പോൾ എത്രാമത്തവനായി? 8-ാമത്തവനായി. മനസ്സിലായി കാണുള്ളൂ. ഇപ്പൊ പിക്ചർ ക്ലിയർ ആയല്ലോ. എന്താ ഇവിടെ ഇനിയും നിങ്ങൾ അത് മനസ്സിൽ വെച്ചിട്ടൊന്ന് വായിച്ചേ. എന്താ പറഞ്ഞത്? ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവൻ. 10 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ 3 തട്ടിക്കളഞ്ഞിട്ട് കയറി രംഗപ്രവേശം ചെയ്തവൻ. അപ്പം 7 + 1 8. 8-ാമത്തവൻ 7 ഉൾപ്പെട്ടവനും. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 മല, 7 രാജാക്കന്മാർ. ആ 7 റോമൻ എംപറർമാരുടെ കൂട്ടത്തിൽ ഇനിയും വരാനായിട്ട് പോകുന്ന അന്തിക്രിസ്തുവാണ് 7-ാമത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോകുന്നത് നരകത്തിലേക്കാണ്, നിത്യ തീപ്പൊയ്കയിലേക്കാണ് പോകുന്നത്. നീ കണ്ട 10 കൊമ്പ്, 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഞാൻ മുമ്പേ കാണിച്ചല്ലോ, 7 തല 10 കൊമ്പ്. ആ 10 കൊമ്പ് എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാർ. ഈ 10 രാജാക്കന്മാര് ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അവർ അന്ത്യകാലത്ത് രാജ്യത്വം പ്രാപിക്കേണ്ടിയവരാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഒരു ദശരാഷ്ട്ര സംഘടന, സഖ്യം അവിടെ കടന്നു വരുവാൻ പോവുക. അവർ മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താൻ. അതായത് സെക്കൻഡ് ഹാഫോട് കൂടെ 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താണ്? ഈ രാജാക്കന്മാരോട് കൂടെ ചേർന്ന് അവൻ ലോകത്തെ ഭരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അതായത് തങ്ങളുടെ സകല സൈനിക ശക്തിയും സൈനിക ബലങ്ങളും അവരുടെ സൈനിക വെപ്പൺസും എല്ലാം ഈ അന്തിക്രിസ്തുവിന്റെ വിധേയപ്പെടുത്തി കൊടുക്കും. അന്തിക്രിസ്തുവിന്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവർ ഒരേ അഭിപ്രായമുള്ളതായ ഒരു 10 രാജാക്കന്മാരെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് പറയുന്നത്, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഈ പറഞ്ഞിരിക്കുന്നത് അർമഗദോൻ യുദ്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഈ 10 രാജാക്കന്മാർ, അതോടൊപ്പം തന്നെ എന്താണ്, ഇവന്റെ സഖ്യത്തിലുള്ള ആൾക്കാരും കിഴക്ക് നിന്നുള്ളതായ സൈന്യവും ഒക്കെ അർമഗദോനിൽ വരും. അർമഗദോനിൽ വെച്ചിട്ടാണല്ലോ ഈ അന്തിക്രിസ്തുവും അവന്റെ സൈന്യവും കർത്താവായ യേശുക്രിസ്തുവിന്റെ സൈന്യവുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ എന്താണ്, യേശുക്രിസ്തു ജയിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2-3 മിനിറ്റ് കൂടെ എടുത്തിട്ട് ഞാനത് അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് ആണ് താഴെയുള്ളത്. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 16-ാമത്തെ വാക്യം, നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത്രയും നാള് ഈ അന്തിക്രിസ്തുവും അവനോടൊപ്പം ഉള്ളതായ സഖ്യരാജ്യങ്ങളും ചുമന്നുകൊണ്ട് നടന്നതായ ഈ റോമൻ നഗരത്തെയും റോമൻ സാമ്രാജ്യത്തെയും അല്ലെങ്കിൽ റോമാ സഭയെയും എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവര് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടേതായിട്ടുള്ള സമ്പത്തുകൾ മുഴുവനും അപഹരിക്കും. സഭയുടെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ, റോമൻ സഭയുടെ ഈ സംഘടനയുടെ എല്ലാ ആസ്തികളും എല്ലാ അസറ്റ്സും അവര് അപഹരിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീരും. അവസാനം അതിനെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ യുദ്ധമാവാം, അല്ലെങ്കിൽ ബോംബിടുന്നതായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് അതെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമ്പോഴും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അതായത് കൂടെയുള്ളതായ രാജാക്കന്മാരും അവനോടൊപ്പം ഉള്ളതായ രാജവംശങ്ങൾ മുഴുവനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ മുഴുവനും അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമ്പോഴും തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും
ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. കാരണം ഇവരെ വിധേയപ്പെട്ട് നിൽക്കുന്ന ആർക്കാണ്? അന്ത്യക്രിസ്തുവിന് വിധേയപ്പെട്ട് നിൽക്കുന്നതായ ഒരു കൂട്ടം ആളുകളെ ആണല്ലോ നമുക്ക് ഇതുവരെ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അവസാനം പറഞ്ഞിരിക്കുന്നു, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തിനുള്ള മഹാനഗരം തന്നെ. അപ്പോൾ അവസാനം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളെ, അന്ത്യകാലഘട്ടത്തിൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിർമ്മല കന്യകയാകുന്ന ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നീട് എടുക്കപ്പെടാത്ത ഒരു വംശം, ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകും. അവര് ഒരു വൺ വേൾഡ് റിലിജിയനിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഏകലോക സഭ. ആ ഏകലോക സഭ ഭരിക്കുവാനായിട്ട് പോകുന്നത് ഈ ലോകത്തിന്റെ മേൽ അധികാരമുള്ളതായ, ലോകരാജ്യങ്ങളുടെ മേൽ, ലോകത്തിലെ പ്രസിഡന്റുമാരുടെ മേലും പ്രധാനമന്ത്രിമാരുടെ മേലും അധികാരമുള്ളതായ ഒരു വ്യക്തിയായിരിക്കും കടന്നു വരുവാൻ പോകുന്നത്. അദ്ദേഹം ഒരു മതത്തിന്റെ തന്നെ ഏറ്റവും അത്യുന്നതനായിട്ടുള്ളതായ ഒരു പുരോഹിതനായിരിക്കും. അദ്ദേഹം ഈ അന്തിക്രിസ്തുവിനോട് കൂടെ ചേർന്നുകൊണ്ട് ജനത്തെ ദൈവവചനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്, കാരണം ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ കണ്ടല്ലോ, ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആർക്കും മാനസാന്തരപ്പെടണമെന്ന് തോന്നുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് അവരെ ദുഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ മത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹം. അപ്പോൾ അപ്രകാരമുള്ളതായ ഒരു അവസ്ഥാന്തരത്തിലേക്കാണ് ലോകം നടന്നെടുക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ, ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നുള്ളതായ വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അക്ഷരീകമായിട്ടുള്ളതായ ബാബിലോണിനെ കുറിച്ചുള്ളതായ അതിന്റെ തകർച്ചയെ കുറിച്ചാണ് ഇനി നാം പഠിക്കുവാനായിട്ട്, അടുത്ത ആഴ്ച പഠിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനങ്ങൾ മനസ്സിലാക്കുക. ദൈവവചനത്തിൽ മായം ചേർക്കാതെ, ദുരുപദേശങ്ങൾ കൂട്ടിക്കലർത്താതെ, ലൗകികമായിട്ടുള്ള ആഡംബരങ്ങളിലേക്ക് നോക്കി അതിൽ മത്ത് പിടിച്ച് അതിൽ ഉത്സുകരായി നിൽക്കാതെ, ക്രിസ്തുവിന്റെ വചനങ്ങളെ മാറ്റമില്ലാതെ ഉള്ളിൽ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി, നിർമ്മല കന്യകയായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിന് യേശു തമ്പുരാൻ നമ്മെ എല്ലാവരെയും തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.